കേരളത്തിലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ശരിക്കും ഇത്തരം കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് സ്ട്രക്ചറായ ചില പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പോഴും അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മാർക്കിൽ ഗ്രേഡിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ജേണി തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ മാറിയിട്ടൊന്നുമില്ല. മാർക്ക് പോയി ഗ്രേഡ് വന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭയങ്കരമായ പ്രഷറുകളുണ്ട്. ഇതാണ് വലിയ ഉന്നത കലാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ കാണുന്നൊരു സാധനമാണ്. അക്കാഡമിക്കലി ഒരു ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷേ ലൈഫിലെ എക്സ്പീരിയൻസുകളുടെ മുമ്പിൽ അവർ തോറ്റുപോകും. റാങ്കിങ്ങിൻ്റെയൊക്കെ പിന്നിലുള്ള ചില സംഗതികൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒത്തിരി സ്പേസോടെ വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ അകത്തും ചെറിയ വിഷയം കിടക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നിപ്പോഴും അത് ടെക്സ്റ്റ് ബുക്ക് സെൻറ്റേർഡ് ആണ്, എക്സാം ഫോക്കസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഔട്ട്കം ലൈഫിൽ ഉണ്ടാവില്ല. ആ എക്സാം കഴിയുന്നതോടുകൂടി, ആ ടെക്സ്റ്റ് ബുക്ക് കഴിയുന്നതോടുകൂടി അത് ലൈഫിൽ നിന്ന് പോകും. അതൊരു ലൈഫിലേക്ക് ആവശ്യമുള്ള ലേണിംഗ് ആയിട്ട് മാറാത്തിടത്തോളം കാലം നമ്മൾ കൊടുക്കുന്ന മതവിദ്യാഭ്യാസമാണെങ്കിലും എന്താണെങ്കിലും കുട്ടികളിൽ സ്വഭാവ സംസ്കരണത്തിന് അത് ഒരു കാരണമാവില്ല. സ്വഭാവ സംസ്കരണത്തിന് അത് കാരണമാവണമെങ്കിൽ, ഒരു ബിഹേവിയറൽ ചേഞ്ചിന് കാരണമാവണമെങ്കിൽ അത് എക്സാമിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മാറണം. മനുഷ്യൻ അങ്ങനെ ഒരു എന്താ പറയുക അക്കാഡമിക് ജീവിയായിട്ട് മാത്രം ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ.